ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘായത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദിപാശ്ചാത്യദേശധാരിണേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിൻ്റെ ഒരു എളിയ സേവകനായതുകൊണ്ടും ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്യുന്ന ആ വലിയ സേവനത്തിൽ ഒരു വളരെ ചെറിയ പങ്ക് അനുഷ്ഠിക്കുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് ഈ വിഷയം വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ അംഗങ്ങൾക്കും ഭക്തന്മാർക്കും ഞാൻ വിശ്വസിക്കുന്നു പരമപ്രധാനമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നത് പരമപ്രധാനമാണ് എന്ന് ഞാൻ വളരെ ബലമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടും കൂടെയാണ് ഈ ഒരു വിഷയം, ഇതിനെക്കുറിച്ച് ഒരല്പം പറയാം എന്ന് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, യൈദം പരമം ഗുഹ്യം മദ്ഭക്തേഷു അയിദാസ്യതി ഭക്തിം മയി പരാം കൃത്വ മാമേവൈഷ്യത്യ സംശയ. അതായത്, ഏതൊരുവനാണോ പരമഗുഹ്യമായ ഈ രഹസ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ ഭക്തൻ, അങ്ങനെയുള്ള എൻ്റെ ഭക്തന് പരിശുദ്ധ ഭക്തി അവനെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ലഭിക്കും എന്ന് മാത്രമല്ല, മാമേവൈഷ്യതി അസംശയ, അന്ത്യത്തിൽ അവൻ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരും എന്ന് ഭഗവാൻ പറയുന്നു. അതായത്, ഭഗവത്ഗീത എന്ന ഇദം പരമം ഗുഹ്യം, ഈ ഏറ്റവും ഗുഹ്യമായിട്ടുള്ള ഈ ഒരു വിഷയം മറ്റുള്ളവരെ, മറ്റ് ഭക്തിയുള്ളവർക്ക് പകർന്നു നൽകുന്നവർ എല്ലാവരും തന്നെ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണെന്നും, അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട ഭക്തന്മാർ തൻ്റെ പക്കലേക്ക് അന്ത്യത്തിൽ എത്തിച്ചേരുമെന്നുമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ നൽകുന്നുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദർ ആ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അതായത്, ഭഗവത്ഗീത പൊതുവെ ഭക്തന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഭക്തന്മാരല്ലാത്തവർക്ക് കൃഷ്ണനെയോ ഭഗവത്ഗീതയെയോ തിരിച്ചറിയാൻ കഴിയില്ല. കൃഷ്ണനെ കൃഷ്ണനായും ഭഗവത്ഗീതയെ യഥാരൂപത്തിലും സ്വീകരിക്കാത്ത വ്യക്തികളോട് ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് പറയരുത്. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷ ഭഗവാനായി സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർ, അവരോട് വേണം ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് വിശദീകരിക്കുവാൻ. കാരണം ഇത് ഭക്തന്മാർക്ക് മാത്രമുള്ള ഒരു വിഷയമാണ്. താത്വികമായിട്ടിരുന്ന് അവലോകനം ചെയ്ത് അതിനെക്കുറിച്ച് മാനസിക ഊഹാപോഹങ്ങളിൽ ഏർപ്പെടേണ്ടുന്ന ഒരു വിഷയമല്ല. പക്ഷേ ഏതൊരു വ്യക്തി വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഭഗവത്ഗീതയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുന്നുവോ, ആ വ്യക്തി തീർച്ചയായിട്ടും ഭക്തിയുത സേവനത്തിൽ കൂടുതൽ മുന്നേറുമെന്നും അന്ത്യത്തിൽ പരിശുദ്ധ ഭക്തി ആ വ്യക്തിക്ക് ലഭിക്കുമെന്നും അങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാമെന്നും ശ്രീല പ്രഭുപാദരും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ്.
നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് ഭഗവാന്റെ പ്രീതി നേടിയെടുക്കണം എന്നും. ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അന്ത്യത്തിൽ ഭഗവത്ധാമത്തിൽ ചെന്നെത്തണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അറിവ് പകർന്നു നൽകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ഇത് തുടങ്ങുന്നത്, അല്ലേ? ഞാനൊരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെങ്കിൽ ആ അറിവ് ഞാൻ ആദ്യം നേടണം. അത് പൂർണ്ണമായിട്ട് നേടിയില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ചിട്ട് ഞാൻ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ ഞാൻ ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഏകദേശം ഒരാശയം എനിക്കുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, ശ്രീല പ്രഭുപാദർ എത്ര വാള്യങ്ങളാണ് എല്ലാം കൂടെ രചിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് പരിഭ്രമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതായത് ഭഗവത്ഗീത കൂടാതെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 12 സ്കന്ധങ്ങൾ 18 വോള്യങ്ങളായിട്ടും, അതുപോലെ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൻ്റെ ആദിലീല, മധ്യലീല, അന്ത്യലീല എന്നിങ്ങനെ അത്രയും ബൃഹത്തായ ഒരു കൃതി. ഇത് കൂടാതെ രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ചിട്ടുള്ള പഠനം, അതിനെയാണ് നമ്മൾ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന് ശ്രീല പ്രഭുപാദർ പേര് നൽകിയിരിക്കുന്ന ആ ഗ്രന്ഥം, അതുപോലെ തന്നെ രൂപഗോസ്വാമിയുടെ തന്നെ ഉപദേശാമൃതം എന്നിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശ്രീല പ്രഭുപാദരുടെ രചനയുടെ എത്ര വലുതാണ് അദ്ദേഹത്തിൻ്റെ ആ ബോഡി ഓഫ് വർക്ക് എന്ന് നമ്മൾ, ആ രചനയുടെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും എഴുതി തീർത്തത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഞാനിത് എടുത്തു പറയാൻ കാരണം, ഇതിലെ ഒരു ഗ്രന്ഥം തർജ്ജമ ചെയ്യണം എന്നുള്ളപ്പോൾ ഈ തർജ്ജമ ചെയ്യുന്ന വ്യക്തിയും പിന്നീട് ആ തർജ്ജമ എങ്ങനെയാണ് എന്ന് വായിച്ച് പരിശോധിക്കുന്ന വ്യക്തി, ഇതെല്ലാം ഇങ്ങനെയുള്ള സേവനങ്ങളിൽ ഒരല്പം ഏർപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എഴുതുക എന്ന് പറയുന്നത് എത്ര ശ്രമപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യമമാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട്. നമ്മൾ ശ്രീല പ്രഭുപാദരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അവിടെ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള കാര്യമാണ് എപ്രകാരം ശ്രീല പ്രഭുപാദർ പകൽ സമയങ്ങളിൽ ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിലും പ്രഭാഷണങ്ങൾ നൽകുന്നതിലും ശ്രീല പ്രഭുപാദർ സമയം ചിലവഴിക്കും. പിന്നെ കുറേ സമയം ഭക്തന്മാരുടെ, ശിഷ്യന്മാരുടെ അവരുടെ കത്തുകൾക്ക് മറുപടി നൽകും. അതിനുശേഷം പ്രസ്ഥാനത്തിൻ്റെ മറ്റ് കാര്യങ്ങളെ ഗൗനിക്കും. ഇതിനെല്ലാം ശേഷം അദ്ദേഹം രാത്രിയിൽ അർദ്ധരാത്രിക്ക് മുൻപേ ഉണർന്നിരുന്ന് അതിരാവിലെ വരെയുള്ള സമയം ചിലവഴിച്ചാണ് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളുടെ ഭൂരിഭാഗവും രചിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അത്രയധികം തൻ്റെ സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ശ്രീല പ്രഭുപാദരെ അടുത്തറിയാവുന്ന പ്രഭുപാദരുടെ ശിഷ്യന്മാരെല്ലാം പറയുന്നത് ശ്രീല പ്രഭുപാദർ 24 മണിക്കൂറിൽ 4 മണിക്കൂറിൽ താഴെ മാത്രമേ സ്വന്തം കാര്യങ്ങൾക്കായി പൊതുവെ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയുള്ള കുറഞ്ഞ പക്ഷം 20 മണിക്കൂറെങ്കിലും അദ്ദേഹം ഈ കൃഷ്ണാവബോധത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിരുന്ന ഒരു മഹാനാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. മാത്രമല്ല ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിൽ പൊതുവെ ഒരു പറച്ചിലുണ്ട്. അതായത് ഇസ്കോൺ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീല പ്രഭുപാദരുടെ 3 വാള്യം ശ്രീമദ് ഭാഗവതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ ഇസ്കോണാണോ ഗ്രന്ഥമാണോ ആദ്യം വന്നതെന്ന് ചോദിച്ചാൽ ആദ്യം വന്നത് ഗ്രന്ഥമാണ്.
കാരണം ശ്രീല പ്രഭുപാദർ അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലഗേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രങ്കിനകത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 വോളിയം ശ്രീമദ് ഭാഗവതമായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശ്രീല പ്രഭുപാദർ ഗ്രന്ഥരചന തുടങ്ങിയിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വളരെ വർഷങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തിയിരുന്നു. ഭക്തിസിദ്ധാന്ത വൈഭവം എന്ന് പറയുന്ന ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാം, ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശ്രീല പ്രഭുപാദരായിരിക്കും ഈ ഇത്രയും വലിയ ഒരു ഉദ്യമത്തിൽ ഏർപ്പെടുക എന്നുള്ള സൂചന അന്ന് ശ്രീല പ്രഭുപാദർ അഭയചരനായി, ഒരു ബിസിനസ്സുകാരനായി, ഒരു ഗൃഹസ്ഥനായി ഗൗഡിയ മഠത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ മുഴുസമയ ശിഷ്യന്മാരും ഉള്ള ആ ഒരു വേദിയിൽ വച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി ചെയ്യും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആരും അത്ര കാര്യമായിട്ട് പോലും എടുത്തില്ല. കാരണം ഇദ്ദേഹം ഒരു ഗൃഹസ്ഥൻ, ഇദ്ദേഹം സ്വന്തമായി കച്ചവടം നടത്തുന്നു. പക്ഷേ ഇദ്ദേഹം വളരെ നല്ല ഒരു ഭക്തനാണ്. എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴെല്ലാം വന്ന് ഗൗഡിയ മഠത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ല ഉത്സാഹമുള്ള ഒരു ഭക്തൻ എന്ന നിലയിലാണ് അന്ന് അവരെല്ലാവരും ശ്രീല പ്രഭുപാദരെ കണ്ടിരുന്നത്. പക്ഷേ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് അന്ന് തന്നെ അറിയാമായിരുന്നു ഇത്രയും വലിയ ഒരു ഉദ്യമത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ഈ വ്യക്തിത്വമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ സന്ദേശം അദ്ദേഹം വളരെ വ്യക്തമായി ശ്രീല പ്രഭുപാദർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ ഇത്രയും വലിയ ഒരു ഉദ്യമം ഏറ്റെടുത്തത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശ്രീല പ്രഭുപാദരോട് പറഞ്ഞത്. 1, ഇംഗ്ലീഷ് ഭാഷയിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം എന്ന്. 2, പണം കിട്ടുമ്പോൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ശ്രീല പ്രഭുപാദർക്ക് പ്രചരണം നടത്തണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പുസ്തകങ്ങൾ വേണം. അങ്ങനെയാണ് ശ്രീല പ്രഭുപാദർ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ പുസ്തകങ്ങൾ രചിക്കുവാൻ തുടങ്ങിയത്. തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശം പാലിക്കുക എന്ന പ്രഥമ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ശ്രീല പ്രഭുപാദർ ഈ ഗ്രന്ഥരചന തുടങ്ങിയത്. അപ്പോൾ ശ്രീല പ്രഭുപാദർക്കറിയാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തിൻ്റെ ഭാഗത്തിലേക്കാണ് തനിക്ക് പ്രചരണത്തിനായി പോകേണ്ടുന്നത്. അപ്പോൾ അത് എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും? അപ്പോൾ ആദ്യം അവിടെ പോയാൽ സംസാരിക്കാനും, അവിടെ പോയാൽ അവർക്ക് പഠിക്കാൻ കൊടുക്കുവാനും തൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണം. ഇതാണ് ഞാൻ പറഞ്ഞത് പ്രഭുപാദരുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രഭുപാദർ ഭാഗവതം ആദ്യം അതിൻ്റെ ഭാഷ്യം എഴുതി തുടങ്ങിയതും. അങ്ങനെ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനിയിപ്പോൾ സമയമായി, ഇനി അധികകാലം കാത്തിരിക്കാൻ സമയമില്ല, തൻ്റെയും പ്രായം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രഭുപാദർ ഈ ഗ്രന്ഥങ്ങൾ എല്ലാം ഒരു ട്രങ്കിലാക്കി. അതിൽ നമ്മൾ കേരളീയർക്കും അഭിമാനിക്കാം. കാരണം ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ അടങ്ങിയ ട്രങ്കുകൾ ജലദൂത എന്ന് പറയുന്ന കപ്പലിൽ കയറ്റിയത് കൊച്ചി തുറമുഖത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ശ്രീല പ്രഭുപാദർക്കും കൊച്ചിക്കും തമ്മിൽ വളരെ ചെറിയ ഒരു കണക്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങൾ അമേരിക്കയിലെത്തുന്നത്. വളരെ പണിപ്പെട്ട്, നമുക്കെല്ലാവർക്കും അറിയാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദർ അമേരിക്കയ്ക്ക് പോയത് എന്ന്. കാരണം 1970-കളിൽ ഇന്ത്യയിൽ നിന്നും ഒരാൾ അമേരിക്കയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ പണിപ്പെട്ടാൽ മാത്രം നടക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇതൊരു സർവസംഘപരിത്യാഗിയായ ഒരു സന്യാസിയാണ്. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുമില്ലാത്ത വ്യക്തിയാണ്.
അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് തൻ്റെ ആകെക്കൂടെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കുറച്ച് പ്രിൻ്റ് ചെയ്ത് വച്ചിരുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ആദ്യത്തെ 3 വോള്യം പ്രഭുപാദർ പ്രസിദ്ധീകരിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ആ സമയത്ത് ഇസ്കോൺ ഇല്ല, പ്രഭുപാദർക്ക് ശിഷ്യന്മാരില്ല, യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടുമില്ല. ഒറ്റയ്ക്കാണ് ശ്രീല പ്രഭുപാദർ ഈ ഉദ്യമം തുടങ്ങിയത്. കാരണം പ്രഭുപാദർക്കറിയാമായിരുന്നു ഈ ഗ്രന്ഥങ്ങളാണ് ഇനി അങ്ങോട്ട് ശ്രീല പ്രഭുപാദർ വിഭാവനം ചെയ്ത ആ അന്താരാഷ്ട്ര സമിതിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥങ്ങളാണെന്ന് ശ്രീല പ്രഭുപാദർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇനി ഈ ഗ്രന്ഥങ്ങളുടെ മറ്റൊരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാം ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം മധ്വ സമ്പ്രദായത്തിൽ നിന്നും ഒരു ശാഖയായി വേർതിരിയുന്നത് മാധവേന്ദ്രപുരിയിൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ മാധവേന്ദ്രപുരിക്ക് ശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ ഈ പരമ്പരയിൽ അവതരിക്കുകയും, പക്ഷേ ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവതം മാത്രമാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഒരു ഗ്രന്ഥവുമേ രചിച്ചില്ല. അദ്ദേഹം ആകെ നമുക്ക് നൽകിയത് 8 ശ്ലോകങ്ങളാണ്, ശിക്ഷാഷ്ടകം എന്ന് പറയുന്നത്. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ 2 പ്രധാന ശിഷ്യന്മാരെ വളരെ പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിച്ചു. രൂപസനാതന ഗോസ്വാമികളെ അദ്ദേഹം ആ ദൗത്യം ഏൽപ്പിച്ചു. എന്ത്? ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രീല പ്രഭുപാദർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആ 4 തത്വങ്ങൾ, ബുക്സ് ആർ ദ ബേസിസ്, പ്രീച്ചിങ് ഈസ് ദി എസെൻസ്, പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്, യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പിൾ. ഇതിൽ ആദ്യം എപ്പോഴും ശ്രീല പ്രഭുപാദർ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ബുക്സ് ആർ ദ ബേസിസ് എന്നുള്ളതാണ്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ആദ്യം രൂപസനാതന ഗോസ്വാമിമാർക്ക് നിർദ്ദേശം നൽകി. എന്ന് മാത്രമല്ല, അവർക്ക് 2 പേർക്കും ചൈതന്യ മഹാപ്രഭു നേരിട്ട് ശിക്ഷണം നൽകുകയും ചെയ്തു. രൂപഗോസ്വാമിയുടെ ശിരസിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ പാദപദ്മങ്ങൾ വച്ച് അനുഗ്രഹം നൽകുകയും ചെയ്തു ഗ്രന്ഥങ്ങൾ രചിക്കുവാനായിട്ട്. അങ്ങനെ സനാതന ഗോസ്വാമി ഗോപാലഭട്ട ഗോസ്വാമിയുടെ സഹായത്തോടു കൂടിയിട്ട് ഹരിഭക്തി വിലാസം രചിച്ചു, മറ്റനേകം ഗ്രന്ഥങ്ങൾ എഴുതി. രൂപഗോസ്വാമി ആകട്ടെ ഭക്തിരസാമൃത സിന്ധു തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ, വിദഗ്ധമാധവ, ലളിതമാധവ, ദാനകേളി ചിന്താമണി എന്നിങ്ങനെ രൂപഗോസ്വാമിയുടെ അനേകം ഗ്രന്ഥങ്ങൾ. അതിനുശേഷം ഇവരുടെ മരുമകനായ ജീവഗോസ്വാമി, ഷഡ്ഗോസ്വാമിമാരിൽ നമ്മുടെ താത്വികാചാര്യൻ എന്ന് വിളിക്കപ്പെടുന്ന ജീവഗോസ്വാമിയുടെ ഷഡ് സന്ദർഭങ്ങൾ ഏത് തത്വചിന്തകളെയും അതിൻ്റെ നമ്മളുടേതല്ലാത്ത ഏതൊരു തത്വചിന്തയുടെയും മുനയൊടിക്കാനുള്ള എല്ലാ പടക്കോപ്പുകളും അടങ്ങുന്നതാണ് ശ്രീല ജീവഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഷഡ് സന്ദർഭങ്ങൾ, ഭാഗവത സന്ദർഭം, തത്വസന്ദർഭം, പരമാത്മ സന്ദർഭം, കൃഷ്ണ സന്ദർഭം, ഭക്തി സന്ദർഭം, പ്രീതി സന്ദർഭം എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. പിന്നീട് മഹാപ്രഭു തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് ഗോപാലഭട്ട ഗോസ്വാമിയുടെ സത്ക്രിയാസാര ദീപിക, രഘുനാഥദാസ ഗോസ്വാമിയുടെ മനശിക്ഷ, ഇവരുടെ കാലഘട്ടത്തിന് പുറകിൽ വന്ന കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയും അതിനു മുൻപുണ്ടായിരുന്ന വൃന്ദാവൻ ദാസ് ഠാക്കൂറും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രങ്ങൾ രചിച്ചിരിക്കുന്നു. അപ്പോൾ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ രചനകൾ എന്ന് പറയുന്നത് എത്ര വ്യാപ്തിയുള്ളതാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. അതിനുശേഷം രൂപസനാതന ഗോസ്വാമിമാരുടെ തിരോഭാവത്തിന് ശേഷം ശ്രീല ജീവ ഗോസ്വാമി തൻ്റെ അനുയായികളായ നരോത്തം ദാസ് ഠാക്കൂർ, ശ്യാമാനന്ദ പ്രഭു, ശ്രീനിവാസ ആചാര്യൻ എന്നീ 3 പേരുടെ കയ്യിൽ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം കൈയെഴുത്ത് പ്രതി, അതായത് ഈ ഗോസ്വാമിമാർ രചിച്ച ഇത്രയും അമൂല്യമായ ഗ്രന്ഥങ്ങളുടെ എല്ലാം കൈയെഴുത്ത് പ്രതി എഴുതി ഇവരെ 3 പേരെയും ഏൽപ്പിക്കുകയാണ്. നിങ്ങളിനി ഇത് ബംഗാളിൽ കൊണ്ടുപോയിട്ട് ഇതിനെ പ്രചരിപ്പിക്കണം, ഈ തത്വചിന്തയെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ വഴിയിൽ
കൊള്ളക്കാരവരെ ആക്രമിക്കുകയും ഇവർ കൊണ്ടുപോകുന്നത് എന്തോ വലിയ ഒരു നിധിയാണ്, യഥാർത്ഥത്തിൽ അത് നിധിയാണ്, പക്ഷേ കൊള്ളക്കാർ വിചാരിച്ചത് ഭൗതികമായ നിധിയാണ് എന്നുള്ള ധാരണയിൽ ഇതെല്ലാം കൊണ്ടുപോയി. പക്ഷേ ശ്രീനിവാസാചാര്യൻ മറ്റു രണ്ടുപേരെയും ബംഗാളിലേക്ക് പറഞ്ഞയച്ചിട്ട് ബിർഭോം എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടുത്തെ രാജാവ് തന്നെയാണ് ഈ കൊള്ളക്കാരൻ. അപ്പോൾ ശ്രീനിവാസാചാര്യൻ ഇത് തിരിച്ചറിയുകയും ഈ രാജാവിനെ ശ്രീമദ് ഭാഗവതത്തിലെ തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ആ ഗ്രന്ഥങ്ങൾ വീണ്ടെടുക്കുകയും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഗ്രന്ഥങ്ങൾ വ്രജഭൂമിയിൽ നിന്നും വീണ്ടും ബംഗാളിലേക്ക് എത്തുന്നത്. അതിൻ്റെ അടുത്ത തലമുറയിലുള്ള ആചാര്യന്മാർ അവരും ഈ ഗ്രന്ഥങ്ങൾക്ക് അനുബന്ധമായിട്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിൽ പ്രധാനിയാണ് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. അദ്ദേഹത്തിൻ്റെ സാരാർത്ഥദർശിനിയും സാരാർത്ഥവർഷിണിയും അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഷ്യങ്ങളാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന് പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം വളരെ പ്രായമായിരിക്കുന്ന സമയത്താണ് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്തത്. അവർ പറഞ്ഞു, നിങ്ങൾ ആധികാരികമായ ഒരു സമ്പ്രദായമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമില്ല എന്ന്. പക്ഷേ ചൈതന്യ മഹാപ്രഭു സ്വയമോ തൻ്റെ ശിഷ്യന്മാരോടോ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിക്കാൻ പറഞ്ഞില്ല. കാരണം ഭാഷ്യായാം ബ്രഹ്മസൂത്രാണാം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിനെയാണ്. ഈ ശ്രീമദ് ഭാഗവതമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം. ഇത് വൈഷ്ണവന്മാർ അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ലാത്തതിനാൽ ഈ പറയുന്നവരാരും ബ്രഹ്മസൂത്രത്തിന് പ്രത്യേകം ഒരു ഭാഷ്യം രചിച്ചില്ല. പക്ഷേ ആധികാരികമായ സമ്പ്രദായങ്ങളിൽ ഇപ്പോൾ ആദിശങ്കര ഭഗവത്പാദരുടെ ശങ്കരഭാഷ്യം, രാമാനുജാചാര്യരുടെ ശ്രീഭാഷ്യം, മധ്വാചാര്യരുടെ ഭാഷ്യം, നിംബാർക്കാചാര്യൻ്റെ ഭാഷ്യം, ഇവരെല്ലാവരും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വനാഥ ചക്രവർത്തി തൻ്റെ ശിഷ്യനായ ബലദേവ വിദ്യാഭൂഷണെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ സമ്പ്രദായം ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിക്കുവാനായി അദ്ദേഹം ബലദേവ വിദ്യാഭൂഷണെ ഏൽപ്പിക്കും. ബലദേവ വിദ്യാഭൂഷൺ പോയിട്ട് ജയ്പൂരിലുള്ള രാധാ ഗോവിന്ദ ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം ഭഗവാൻ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വേണം ഈ ഭാഷ്യം രചിക്കുവാനെന്ന്. അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യം എന്ന് പറയുന്നതിനെ ഗോവിന്ദ ഭാഷ്യം എന്ന് വിളിക്കുന്നു. ശ്രീല പ്രഭുപാദർ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. ഗോവിന്ദ ഭാഷ്യം രചിച്ച ബലദേവ വിദ്യാഭൂഷണ് ഞാനിത് സമർപ്പിക്കുന്നു എന്ന്. അങ്ങനെ ഗോവിന്ദ ഭാഷ്യം രചിക്കപ്പെട്ടു. അതിനുശേഷം ഉള്ള തലമുറയിൽ വന്ന ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ, അദ്ദേഹവും അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയുടെ ടീക്കയുണ്ട്. കൃഷ്ണസന്ദർഭം, കൃഷ്ണസംഹിത എന്ന് പറയുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ അതിനകത്തുള്ള തത്വങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം വിവക്ഷിക്കുന്നു. ഭാഗവതാർക്ക മരീചിമാല എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ആ ഭാഗവതത്തിൻ്റെ ചില വിശേഷപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ മധ്വാചാര്യരുടെ നവപ്രമേയ സിദ്ധാന്തത്തെ തന്നെ ഭക്തിവിനോദ ഠാക്കൂറാണ് ദശമൂലതത്വം എന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആംനായ സൂത്രവും ഭക്തിവിനോദ് ഠാക്കൂറിൻ്റേതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇത് ഒരു മുഴുവൻ ലിസ്റ്റല്ല. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ്. അതായത് ഗൗഡീയ വൈഷ്ണവ ആചാര്യന്മാർ ഈ പറയുന്ന നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ള വിശകലനങ്ങൾ, വിശദീകരണങ്ങൾ, ഭാഷ്യങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്നു. ശ്രീല പ്രഭുപാദരുടെ ഭക്തിവേദാന്ത വിശദീകരണങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും ആചാര്യന്മാരുടെ അവരുടെ എല്ലാം വിശകലനം ചെയ്തിട്ട് ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്നതാണ്
പ്രഭുപാദരുടെ ഭക്തിവേദാന്ത വിശദീകരണങ്ങൾ എന്ന് പറയുന്നത്. എന്നുവച്ചാൽ എപ്രകാരം നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ നിഗമകൽപ്പതരോർ ഗളിതം ഫലം എന്ന് പറയുന്നുവോ, അതുപോലെ നമ്മുടെ പരമ്പരയിലുള്ള ആചാര്യന്മാർ നൽകിയിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ ഉള്ള, അതായത് കലിയുഗം പുരോഗമിക്കും തോറും മനുഷ്യൻ്റെ ബുദ്ധി കൂടുതൽ കൂടുതൽ മന്ദമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കലിയുഗം ഇനിയും അങ്ങോട്ട് പുരോഗമിക്കുമ്പോഴും ആളുകൾക്ക് വായിച്ചാൽ പരമസത്യം എന്താണെന്നും ഏറ്റവും ഉയർന്ന തത്വം എന്താണെന്നും ശ്രീകൃഷ്ണൻ ആരാണ് എന്നും മനസ്സിലാക്കുവാൻ ഉതകുന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീല പ്രഭുപാദർ. ശ്രീല പ്രഭുപാദരുടെ മാർക്കിനെ ഭാഗവത ധർമ്മ എന്ന് പറയുന്ന ഭജനയിൽ അദ്ദേഹം കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എനിക്ക് ഭക്തി വേദാന്ത എന്ന പേരുണ്ടെങ്കിലും എനിക്ക് ഭക്തിയുമില്ല, വേദാന്തവും അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഉള്ള അനുഗ്രഹം അങ്ങ് എനിക്ക് തരണം എന്ന് ശ്രീല പ്രഭുപാദരുടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദരെ പോലെയുള്ള ഒരു ശുദ്ധഭക്തൻ ഭഗവാനോട് ഇങ്ങനെ ഒരു ആവശ്യം മുൻവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. ശുദ്ധഭക്തന്മാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 ലക്ഷണം പറയാം. സത്യവാക്ക്, സത്യസങ്കല്പ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ സത്യമാകും, അവരുടെ സങ്കല്പങ്ങൾ, അതായത് അവരൊന്ന് ഉദ്ദേശിച്ചാൽ അതും സത്യമാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? കൗന്തേയ പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി. അതായത് ഭക്തന് ഒരു വീഴ്ചയുണ്ടാകുവാൻ ഭഗവാന് അനുവദിക്കാൻ വയ്യ. ഭക്തൻ്റെ ഒരു വീഴ്ച ഭഗവാൻ അനുവദിക്കാൻ വയ്യ. ഭക്തൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാക്കേണ്ടത് ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ നൃസിംഹമായിട്ട് അവതരിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബ്രഹ്മാവ് കൊടുത്ത വരം. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ രൂപം ധരിച്ച് ഭഗവാൻ വന്നത് എന്ന് ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം ബ്രഹ്മാവിനെ വിളിച്ച് താക്കീത് ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഇനിമേലാൽ ഇങ്ങനെ ഒരു വരം ആർക്കും കൊടുക്കരുത് എന്ന്. എന്തുകൊണ്ടാണ്? കാരണം വരം നീ കൊടുക്കും, നിൻ്റെ വാക്കുകൾ സത്യമാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ വേണം ഇങ്ങനെയെല്ലാം ബന്ധപ്പെടുവാനായിട്ട്. എന്ന് വച്ചാൽ ഭക്തൻ ഒരു കാര്യം ഭക്തൻ്റെ സങ്കല്പത്തിൽ, എന്ന് വച്ചാൽ ഭക്തൻ്റെ ആ ദൃഢസങ്കല്പം ഇങ്ങനെ ഒന്ന് നടക്കണം, ഇങ്ങനെ വേണം ആളുകൾക്കെല്ലാം ഈ ആത്യന്തികമായ ഗുണമുണ്ടാകുവാൻ എന്ന് ഭക്തൻ സങ്കല്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഭഗവാൻ നിസ്സഹായനാണ്. ആ സങ്കല്പം സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ഉത്തരവാദിത്വമായി മാറുകയാണ്. അപ്പോൾ ശ്രീല പ്രഭുപാദർ ഭഗവാനോട് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അങ്ങാണ് എന്ന്. അപ്പോൾ ഈ വിശേഷാൽ അനുഗ്രഹം ശ്രീല പ്രഭുപാദർക്ക് ഭഗവാനിൽ നിന്നുമുണ്ട്. മാത്രമല്ല ശ്രീല പ്രഭുപാദർ രാധാ ദാമോദര ക്ഷേത്രത്തിൽ, അതായത് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഗ്രന്ഥങ്ങൾ എഴുത്ത് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം രാധാ ദാമോദര ക്ഷേത്രത്തിൽ എത്രയോ വർഷകാലം അദ്ദേഹം അവിടെ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് പിൽക്കാലങ്ങളിൽ പ്രഭുപാദരുടെ എല്ലാം തിരോഭാവത്തിന് ശേഷം രാധാ ദാമോദര ക്ഷേത്രത്തിലെ പൂജാരി പറയുകയുണ്ടായി, ഈ സ്വാമി മഹാരാജ് എല്ലാ ദിവസവും ക്ഷേത്രം അടച്ചതിന് ശേഷം മണിക്കൂറുകളോളം
ശ്രീല രൂപ ഗോസ്വാമിയുടെ സമാധിക്ക് മുന്നിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എന്തൊക്കെയോ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരും. മണിക്കൂറുകൾ കണക്കിന് അദ്ദേഹം, കാരണം രാധാ ദാമോദര ക്ഷേത്രത്തിൻ്റെ അടുത്താണ് രൂപ ഗോസ്വാമിയുടെ സമാധി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ശ്രീല പ്രഭുപാദർ ഭക്തിരസാമൃത സിന്ധുവിൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്കോൺ സ്ഥാപിച്ചതിന് ശേഷം. പക്ഷേ അതിനു മുൻപ് പ്രഭുപാദർ ഒരു സന്യാസിയായി ഒറ്റയ്ക്ക് വൃന്ദാവനത്തിൽ താമസിക്കുമ്പോൾ രാധാ ദാമോദര ക്ഷേത്രത്തിലെ ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ദിവസവും അദ്ദേഹം ശ്രീലരൂപ ഗോസ്വാമിയുടെ സമാധിയിൽ പോയി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. ശ്രീലരൂപ ഗോസ്വാമിക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു നേരിട്ട് തൻ്റെ തൃപ്പാദങ്ങൾ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. തത്തുല്യമായ അനുഗ്രഹം ശ്രീലരൂപ ഗോസ്വാമിയിൽ നിന്നും ശ്രീല പ്രഭുപാദർക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ ഒരു അമാനുഷികമായ പ്രവർത്തനം ഒരു വ്യക്തിക്ക് സാധ്യമാവുകയില്ല. ഇത്രമാത്രം ശ്രീല പ്രഭുപാദർക്ക് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇനി നമ്മൾ എന്തെല്ലാം വിധത്തിൽ നോക്കിയാലും ഒരു അമാനുഷികമായിട്ടുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ എഫേർട്ട് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിലുള്ള വരിഷ്ഠരായ ഭക്തന്മാർ വളരെ ആനന്ദത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീ ചൈതന്യ ചരിതാമൃതം എത്രയും പെട്ടെന്ന് എനിക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് പ്രഭുപാദർ പറയുകയും ഇവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു റേസ് വയ്ക്കാം, നമുക്കൊരു ഓട്ടപ്പന്തയം നടത്താം. അതായത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന, അതായത് നിങ്ങൾ കൊണ്ടുപോയി പ്രൂഫ് റീഡിങ് ചെയ്ത് സെറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന്. അപ്പോൾ ഭക്തന്മാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എങ്ങനെയാണത് സാധിച്ചത് എന്ന്. ഇന്നും സംപൂജ്യ ജയദ്വൈത സ്വാമി പറയും, എങ്ങനെയാണ് ഞങ്ങളത് സാധിച്ചതെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ പ്രഭുപാദർ പറഞ്ഞു, ഞങ്ങളത് ചെയ്തു. അപ്പോഴും പ്രഭുപാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ജയിച്ചത്, കാരണം ഞാൻ എഴുതിയ സ്പീഡിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ഇതെല്ലാം, ഈ പറയുന്നതെല്ലാം പ്രഭുപാദർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ചെലവഴിച്ച് ഇത്രയും ധൃതി പിടിച്ച് ഇതെല്ലാം എഴുതി വെച്ചത്? ശ്രീല പ്രഭുപാദർ തൻ്റെ ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു, പുസ്തക വിതരണം എന്ന് പറയുന്നത് ഭക്തിയുത സേവനത്തിൽ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഗ്രന്ഥവിതരണമാണ്. പക്ഷേ ശ്രീല പ്രഭുപാദർ പറഞ്ഞു, നിങ്ങൾ ഗ്രന്ഥം വിതരണം ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷവാനാണ്. പക്ഷേ ആദ്യം നിങ്ങൾ വിതരണം ചെയ്യുന്ന ഗ്രന്ഥത്തിനുള്ളിൽ എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം എന്ന്. മാത്രമല്ല പ്രഭുപാദരുടെ നമുക്ക് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളുടെ ഓരോ പേജിലും പ്രാക്ടിക്കലി നമുക്ക് കാണാൻ പറ്റും. ഈ വേദാബേസ് എന്ന് പറയുന്ന സിസ്റ്റമുള്ള നിങ്ങൾക്കെല്ലാവർക്കും വേണമെങ്കിൽ ഐ ആം നോട്ട് ദിസ് ബോഡി എന്നുള്ള ഒരു വാക്യം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, വാക്ഭേദങ്ങൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ അറിയാം. ശ്രീല പ്രഭുപാദർ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്, ഞാൻ ഈ ശരീരമല്ല എന്നുള്ളത്. എന്നിട്ട് ശ്രീല പ്രഭുപാദർ നമ്മളോട് പറഞ്ഞു, നിത്യവും നിങ്ങൾ എൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അനേക കോടി ജന്മങ്ങളായി ശരീരം സ്വീകരിച്ചിട്ടുള്ള നമുക്ക് ഞാൻ ഈ ശരീരമല്ല എന്നുള്ള സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇത് മറ്റാരേക്കാളും നന്നായി ശ്രീല പ്രഭുപാദർക്കറിയാം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരു പേജെങ്കിലും വായിക്കുകയാണെങ്കിൽ ഭക്തിയുത സേവനത്തിൻ്റെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം തത്വങ്ങൾ നമുക്ക് ദിവസവും ഓർമ്മയുണ്ടാകും. ഇനി അടുത്തത് വായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നും ഒരു ചോദ്യം വരാം. അല്ലെ, ഞാനിപ്പോൾ കുറേ വായിച്ചു, ഞാൻ ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്നു, ആളുകളെല്ലാം എൻ്റെ ക്ലാസ് കേട്ട് കൈയടിക്കുന്നുണ്ട്. പുസ്തകം വായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. മാത്രമല്ല
ഞാൻ വേറെ എന്തൊക്കെയോ ആണ് എന്ന അഹങ്കാരവും നമുക്ക് വരും. കാരണം ശ്രീല പ്രഭുപാദരുടെ വാചകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മിഥ്യാഹങ്കാരത്തിന് അദ്ദേഹം നൽകുന്ന പ്രഹരങ്ങളാണ്. വടികൊണ്ടടിക്കുന്നത് പോലെയാണ് ശ്രീല പ്രഭുപാദരുടെ പല വാചകങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ. ആ വായിക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ ഓരോ വാചകവും, ഈ വടികൊണ്ടടിക്കുന്ന ഓരോ വാചകവും എനിക്കുള്ളതാണ്. ഞാൻ ഈ ശരീരമല്ല എന്ന തിരിച്ചറിവ് എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ദിവസവും ഇത് വായിക്കേണ്ടുന്നത്. അപ്പോൾ പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന ആചാര്യന്മാരുടെ എല്ലാവരുടെയും സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ശ്രീല പ്രഭുപാദർ ഉപനിഷത്തുകളിൽ നിന്നും ഉദ്ധരിച്ച് പറയുന്നുണ്ട്. എത്രയോ ഉപനിഷത്തുകളെ പ്രഭുപാദർ ഉദ്ധരിക്കുന്നു. പുരാണങ്ങളെ പ്രഭുപാദർ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. വിഷ്ണു പുരാണം, പത്മപുരാണം. എന്തിനേറെ പറയാൻ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളിൽ ശ്രീമൻ നാരായണീയത്തിൽ നിന്ന് പോലും ഒരു ഉദ്ധരണിയുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ ജ്ഞാനത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപനിഷത്തുകളുടെ എല്ലാം സാരം കറന്ന് പാലായി അർജുനന് നൽകിയോ, അതുപോലെ ശ്രീല പ്രഭുപാദർ പൂർവാചാര്യന്മാർ നൽകിയിട്ടുള്ള അത്രയും വിശദമായിട്ടുള്ള വിശകലനങ്ങളെല്ലാം അതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ഒന്നിനും കൊള്ളാത്ത മൂഢന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് നമുക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ശ്രീല പ്രഭുപാദർ പറഞ്ഞു, എൻ്റെ ഗ്രന്ഥങ്ങൾ ആണ് അടുത്ത 10,000 വർഷങ്ങൾ എൻ്റെ ഗ്രന്ഥങ്ങളാണ് സ്റ്റാൻഡേർഡ് എന്ന് ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 10,000 വർഷം ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളാണ് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മിക്ക പേരുടെയും വീടുകളിൽ പ്രഭുപാദരുടെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ അമൂല്യമായിട്ടുള്ള സ്വത്ത്, ഇത്രയും അമൂല്യമായിട്ടുള്ള ഈ സ്വത്തിനെ നമ്മൾ ചില്ലലമാരയിലിട്ട് അടച്ചു വയ്ക്കരുത്. ആ സ്വത്തെടുത്ത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം, അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് നുകരുവാൻ കഴിയുന്നത്. അതിലൂടെ നമ്മുടെ മിഥ്യാഹങ്കാരം ക്രമേണ ഇല്ലാതാകും. നമ്മുടെ ഈ ശരീരമാണ്, ഞാനാണ് ഈ ശരീരം എന്ന ദേഹാത്മബുദ്ധി ക്രമേണ നമ്മളിൽ ഇല്ലാതാകും. നമ്മളുടെ ഉള്ളിലുള്ള ഈ ഷഡ്വൈരികൾ ക്രമേണ അവരെല്ലാവരും ഇല്ലാതാകും. ഇതിനെല്ലാം ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. കാരണം പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഒരു ദിവസത്തേക്കോ ഒരു വർഷത്തേക്കോ 100 വർഷത്തേക്കോ ഒരു തലമുറയിലേക്കോ വേണ്ടിയിട്ടല്ല. 10,000 വർഷം എന്ന് നമ്മൾ ഗണിക്കുമ്പോൾ എത്ര തലമുറ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന എത്ര തലമുറകളിലൂടെ ഈ ജ്ഞാനം പകർന്നു നൽകപ്പെടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമാണ് ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇവ നമ്മൾ എത്ര കൂടുതൽ വായിക്കുന്നുവോ അത്രയ്ക്ക് നന്നായി നമുക്ക് ഈ ഗൗഡീയ വൈഷ്ണവ സിദ്ധാന്തം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പ്രഭുപാദർ പറഞ്ഞത്, എവറിത്തിങ് ഈസ് ഇൻ മൈ ബുക്സ് എന്ന് പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടുന്നതെല്ലാം പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇതാദ്യം വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് പ്രവേശിക്കാം. കാരണം ഇതിനകത്തുള്ള അത്രയും മറ്റൊരിടത്തും നമുക്ക് കിട്ടുകയില്ല. ഒരു പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും, എനിക്ക് ജീവഗോസ്വാമിയുടെ ഷഡ്സന്ദർഭങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിൻ്റെ സാരാർത്ഥദർശിനി ടീക്ക എനിക്ക് പഠിക്കണം
ഇല്ലെങ്കിൽ എനിക്ക് ബലദേവ വിദ്യാഭൂഷണൻ്റെ ഗോവിന്ദ ഭാഷ്യം എടുത്തിട്ട് വായിച്ച് നോക്കണം. ഉറപ്പായിട്ടും പറയാം, ഇതൊന്നും വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അത് പ്രഭുപാദർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദർ നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം വാർദ്ധക്യത്തിൽ ഇത്രയും അധികം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ ഹ്യൂമൻ എഫർട്ട്. പ്രഭുപാദരുടെ പ്രായത്തിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് നടക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. പക്ഷേ ആ പ്രായത്തിൽ തൻ്റെ മാത്രമല്ല, പ്രഭുപാദർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട. പ്രഭുപാദർക്ക് ധാരാളം ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒന്നും വകവയ്ക്കാതെ തൻ്റെ ശിഷ്യന്മാർക്കും പിന്നീട് അങ്ങോട്ട് വരുന്ന തലമുറയിലുള്ള അവരുടെ ശിഷ്യന്മാർക്കും എല്ലാവർക്കും ഏറ്റവും വലിയ ഗുണം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീല പ്രഭുപാദർ രചിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. അപ്പോൾ അവ പഠിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും, അതായത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള, അതിലുള്ള പ്രഭുപാദരുടെ ശിഷ്യന്മാരിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്ന നമ്മളെല്ലാവരുടെയും പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം വായിച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഈ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ഭൗതികമായി മലീമസപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഭൗതിക മാലിന്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ബുദ്ധിയുടെ ഉടമകളാണ് നമ്മളെല്ലാവരും. അല്ലാതെ നമ്മളെല്ലാവരും ജഡഭരതനെ പോലെ ഈ ഭൗതികമായിട്ടുള്ള ഒന്നുമായിട്ടും നമുക്ക് സമ്പർക്കമില്ലാത്ത ആളുകളാണ് നമ്മളെന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധരായി മാറും. കാരണം ഭൗതികമായ മാലിന്യങ്ങളില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. പ്രത്യേകിച്ചും കുറച്ച് വിദ്യാഭ്യാസവും കൂടെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഭൗതിക മാലിന്യങ്ങൾ അത്രയും കൂടുതലായിരിക്കും. കൂടുതൽ വിദ്യാഭ്യാസമുണ്ടോ ഭൗതിക മാലിന്യം അത്രയും കൂടും, അഹങ്കാരം അതിൻ്റെ കൂടുതൽ കൂടും. അപ്പോൾ ഇതിനെയെല്ലാം തച്ചുടച്ചാൽ മാത്രമേ നമുക്ക് ഈ പരിശുദ്ധ ഭക്തിയുത സേവനം എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ യഥാർത്ഥ തലം എന്താണ് എന്ന് നമ്മളെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കാൻ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തും. നമുക്കെല്ലാവർക്കും തോന്നും, ഓ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ ലീലാ കാലഘട്ടത്തിൽ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ജനിച്ചുവെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ശ്രീല പ്രഭുപാദരെ നേരിട്ട് കാണാം. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും ശ്രീല പ്രഭുപാദരെ പരിചയപ്പെടാം. അദ്ദേഹത്തിൽ നിന്നും ആ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുകയാണ് ഈ ഭാവാർത്ഥങ്ങളിലൂടെ. അപ്പോൾ നിത്യേന നമുക്ക് ശ്രീല പ്രഭുപാദരുമായിട്ട് പ്രഭുപാദരുടെ സത്സംഗം നമുക്ക് സ്വീകരിക്കാം ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെ. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കൃഷ്ണാവബോധത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്രകാരം നമ്മൾ നമ്മുടെ ദിവസവുമുള്ള 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നമുക്ക് പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പ്രഭുപാദരുടെ പുസ്തകങ്ങൾ നിത്യേന പാരായണം ചെയ്യുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അത് പാരായണം ചെയ്യുക. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാം, ഓ ഞാനിത് വായിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നു പക്ഷേ എനിക്ക് ഈ ശ്ലോകങ്ങളൊന്നും പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നില്ല. സാരമില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെയുള്ള സ്മൃതി ശക്തി കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു പേജ് വായിച്ചാൽ, ശ്രീല പ്രഭുപാദർ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള പ്രഭുപാദരുടെ ഒരു നിർദ്ദേശമുണ്ട്. വാട്ട് ക്യാൻ യുവർ 15 minutes സ്പീച്ച് ഡു
ഇഫ് ദേ റീഡ് 1 പേജ് ഓഫ് മൈ ബുക്ക് ദെയർ ലൈഫ് വിൽ ചേഞ്ച്. പ്രഭുപാദർ ഒരു ശിഷ്യനോട് പറഞ്ഞാണ്, നിൻ്റെ 15 മിനിറ്റ് ലെക്ചർ കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? എൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും 1 പേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മാറും എന്ന്. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ നേരിട്ടുള്ളൊരു നിർദ്ദേശമാണത്. അതായത് പ്രഭുപാദരുടെ ഗ്രന്ഥത്തിൻ്റെ 1 പേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം മാറും എന്ന്. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. നിർത്തുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ഒരു ദൃഷ്ടാന്തവും കൂടെ പറയാം. ഇത് ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു സംഭവമാണ്. ആന്ധ്രാപ്രദേശിലുള്ള ഒരു കടലോര ഗ്രാമത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂളിൽ പോകുന്ന ഒരു മത്സ്യബന്ധനം നടത്തുന്ന കുടുംബത്തിലുള്ള ഒരു കുട്ടി സ്കൂളിൽ പോയി വരുന്ന സമയത്ത് അവിടെ ആ പട്ടണത്തിൽ ഭക്തന്മാർ ഗ്രന്ഥവിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പ്രഭുപാദരുടെ ഒരു ചെറിയ പുസ്തകം വാങ്ങി, താല്പര്യമില്ലാത്തതുകൊണ്ട് അയാളത്, ആരാണ് ആ വ്യക്തി എന്ന് നമുക്കറിയില്ല, ആ വ്യക്തി ആ പുസ്തകം ഈ ബസ്സിൻ്റെ സീറ്റിൽ വെച്ചിട്ട് പോയി. ഈ ചെറിയ കുഞ്ഞ്, ഈ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥി, ആ പുസ്തകം ബസ്സിൻ്റെ സീറ്റിലിരിക്കുകയാണ്. കണ്ടപ്പോൾ ഒരു ആധ്യാത്മിക പുസ്തകമാണ്. ആ കുട്ടി അത് എടുത്തുകൊണ്ടുപോയി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വായിച്ചു, മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിച്ചു. പിന്നീട് ആ ഗ്രാമത്തിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന അനേകം പേർ ഭക്തന്മാരായി മാറി. അവരുടെ ഏക ഉപജീവനം മത്സ്യബന്ധനമാണ്. പക്ഷേ അത് നമ്മുടെ 4 വിധി നിയമങ്ങൾക്ക് അനുവദനീയമല്ലാത്തതാണ്. അവർ ജീവിതമാർഗം പോലും ഉപേക്ഷിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം സ്വീകരിച്ചു. അവിടെയും ആദ്യം എത്തിയത് പുസ്തകമാണ്. അതിനുശേഷമാണ് ഭക്തന്മാർ വന്നതും ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം നടത്തിയതും. അങ്ങനെ ആ ഗ്രാമവാസികളെയൊക്കെ പരിചയപ്പെടുകയും അങ്ങനെ കുറേ പേരെ അവർ പിന്നീട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് അവരെല്ലാവരും കുറേ പേർ ഭക്തന്മാരായി തീർന്നത്. പിന്നീട് അവർ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഈ കടലിൽ നിന്നുമുള്ള ചിപ്പികൾ കൊണ്ട് ഈ ആഭരണങ്ങൾ ഉണ്ടാക്കലും അങ്ങനെയുള്ള കൈത്തൊഴിലുകളെല്ലാം ഇവർക്ക് മറ്റൊരു വഴിയിലൂടെ നൽകുകയും. പക്ഷേ ഒരു ചെറിയ പുസ്തകം, അവിടെ നിന്നാണ് അത് തുടങ്ങിയത്. അത് കൊണ്ടുപോയത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ശ്രീല പ്രഭുപാദർ ഒരിക്കൽ ബുക്ക് പാർട്ടി പ്രഭുപാദരെ കാണുവാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിൽ വന്നപ്പോൾ ആ സമയത്ത് ലോക്നാഥ് സ്വാമി മഹാരാജിൻ്റെ പദയാത്രാ പാർട്ടി, അതിനോടൊപ്പം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടി എല്ലാവരും വന്നു പ്രഭുപാദരെ കാണുകയാണ്. അപ്പോൾ ലോക്നാഥ് സ്വാമി മഹാരാജ് പറയുന്നു, ഞങ്ങളിങ്ങനെ ഈ കാളവണ്ടിയിൽ പോയി അങ്ങയുടെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ആ സംഭാഷണത്തിനിടയ്ക്ക് ശ്രീല പ്രഭുപാദർ പറഞ്ഞു അത്രേ, നിങ്ങൾ എൻ്റെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തില്ലെങ്കിൽ എൻ്റെ ഗ്രന്ഥങ്ങൾ പെട്ടിയിൽ നിന്നിറങ്ങി സ്വയം വിതരണം ചെയ്യുമെന്ന്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതിശയോക്തിയായിട്ട് തോന്നാം. പക്ഷേ ഞാൻ പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ പെൺകുട്ടിക്ക് ആരും വിതരണം ചെയ്തില്ല പുസ്തകം. പുസ്തകം ഭക്തനെ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊന്നും അത്ഭുതമല്ല. പ്രഭുപാദരുടെ പരിശുദ്ധ ഭക്തി, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗുരുനിഷ്ഠ, ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനിയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഭാവിയിലും സംഭവിക്കും. അതുകൊണ്ട് പ്രഭുപാദരുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണുകയേ ചെയ്യരുത്. ആ പുസ്തകങ്ങളാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനും ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം മുന്നോട്ട് പോകുവാനും ഇനിയുള്ള ഒരു 10,000 വർഷം ഈ ഗ്രന്ഥങ്ങൾ തന്നെ ഈ പ്രസ്ഥാനത്തെ നയിക്കും എന്നുള്ള പ്രഭുപാദരുടെ വാക്യം ഒന്നുകൂടെ ഞാൻ ഓർത്തുകൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹരേ കൃഷ്ണ.